ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നടന്മാർക്ക്, മലയാള സിനിമയിലെ നടന്മാർക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും ഓരോ ചേച്ചിമാര് വരുന്നു, ആ നടൻ പീഡിപ്പിച്ചു, ഈ നടൻ പീഡിച്ചു, മറ്റേ നടൻ പീഡിപ്പിച്ചു. ഇത് തന്നെ, ഇത് മാത്രമേ ഉള്ളൂ. ഇന്നൊരു ചേച്ചി വന്നേക്കുക, 3-4 നടന്മാരുടെയൊക്കെ പേരാ പറയുന്നത്. അയാളെ പീഡിപ്പിച്ചു, ഇയാള് ബാത്റൂമിന്റെ സൈഡിൽ വെച്ച് കയറി പിടിച്ചു. മൊത്തത്തിൽ ഇതുവരെ മൊത്തത്തിലൊരു മയവാ. മൊത്തത്തിൽ എനിക്കറിയാൻ പാടില്ല ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. ഇന്ന് രാവിലെ മിനുവാ ഒരു ചേച്ചി വന്നിട്ട്, ജയസൂര്യ എന്നെ അങ്ങനെ ചെയ്തു, ഇടവേള ബാബു എന്നെ ഇങ്ങനെ ചെയ്തു, പിന്നെന്താണ്, പിന്നെ ആരായിരുന്നു നമ്മുടെ, അയ്യോ മറ്റേ എന്തായിരുന്നു അങ്ങേറെ പേര് ഞാൻ മറന്നുപോയി, രാജു. എന്ത് രാജു? ഒരു രാജു ഉണ്ടല്ലോ, രാജു ഏട്ടനല്ല കേട്ടോ, നമ്മുടെ മറ്റേ മണിയമ്പിള്ള രാജു എന്നെ കയറി പിടിച്ചു. എന്റെ പൊന്നെ, പിടിച്ചു എന്നല്ല, മണിയമ്പിള്ള രാജു എന്നോട് മോശമായിട്ട് പെരുമാറി. മൊത്തത്തിൽ ഇത് തന്നെ. മുകേഷിന്റെ പേരുണ്ട് ഇതിന്റെ ഇടയ്ക്ക്. എല്ലാവരുടെയും പേരും പറഞ്ഞ് ഫസ്റ്റ് പേര് ചേച്ചി പറഞ്ഞിരിക്കുന്നത് ജയസൂര്യയുടെയാണ്. ജയസൂര്യയുടെ ഓൾറെഡി ഞാൻ ഇന്നലെ വേറൊരു കേസിൽ കേട്ടു. പക്ഷെ പ്രോപ്പറായിട്ട് വെറുതെ എന്തിനാണ് പുള്ളിയെ പോയി ചുമ്മാ ചൊറിയുന്നത്? ഒന്നാമത് കുറെ ചേച്ചിമാര് വന്നിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മളത് കൺഫേം ആക്കി, നമുക്കൊരു പ്രൂഫില്ല. അപ്പൊ വെറുതെ ചെന്ന് അവരുടെ നെഞ്ചത്ത് കയറാനായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ ചെയ്യാഞ്ഞത്. എന്തിനാ? പക്ഷെ ഇന്ന് രാവിലെ നോക്കുന്ന നേരത്തെ ഓപ്പൺ ആയിട്ടൊരു ചേച്ചി വന്നിട്ട് അങ്ങ് പേര് പറഞ്ഞേക്കോ, ജയസൂര്യ. ഇന്നലത്തെ ചേച്ചി പേരൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, മറ്റേ ഊഹാപോഹങ്ങളായിരുന്നു മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ. പക്ഷെ ഇന്നത്തെ ചേച്ചി പേരങ്ങ് പറഞ്ഞേക്കുക. നമുക്കൊന്ന് കണ്ടാലോ, നമുക്ക് സാധനം എന്താന്നൊക്കെ ഒന്ന് കാണാം. എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരുന്നതിന് മുന്നേ ഞാൻ പറയുന്നു, ഈ ചേച്ചി പറയുന്നതിനകത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ജെന്യൂനിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇവർ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എന്തൊക്കെയോ ചെറിയ ഒരു ഉടായ്പകൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ഇതാ കണ്ടു തുടങ്ങിക്കോ. ഇപ്പോൾ നടി മിനു നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിൽ പ്രമുഖരായ പല ആളുകളുടെയും പേരുകളുണ്ട്. എന്താണ് അത്തരത്തിലൊരു അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്? അതെ, ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരാൻ ദേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമ ബാലേന്ദ്ര മേനോൻ്റെ സിനിമയിലായിരുന്നു. അതിനകത്ത് ചീഫ് സെക്രട്ടറി റോളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സെക്രട്ടേറിയറ്റിലായിരുന്നു എൻ്റെ ഷൂട്ടിങ്. അപ്പം അവിടെ തന്നെ ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ തന്നെ എന്നെ പുറകിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ട് ഒരാൾ പെട്ടെന്ന് പുറകിൽ നിന്ന് ഇറക്കിയിട്ട് പിടിക്കുന്നു. അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അത് ജയസൂര്യ. അപ്പോൾ ജയസൂര്യ എന്നിട്ട് പെട്ടെന്ന് ചുണ്ടിൽ ഉമ്മ വയ്ക്കുകയും ചെയ്തു പുള്ളിക്കാരൻ. അപ്പോൾ ഞാൻ പിന്നെ തട്ടി മാറ്റി പെട്ടെന്ന് ഞാൻ ഓടി പോരുകയും ചെയ്തു പേടിച്ചിട്ട്. കാരണം ഞാൻ അന്ന് അതെൻ്റെ ആദ്യത്തെ സിനിമയും കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓടി വന്നപ്പോഴത്തേക്കും ജഗദീഷ് ചേട്ടൻ വാസ് വെരി ഡീസൻ്റ് ആൻഡ് ഈസ് വെരി ജെന്യൂൻ ആൾസോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം എന്ന് ഓടി പോയി പുള്ളിക്കാരൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോഴത്തേക്കും ജയസൂര്യൻ പെട്ടെന്ന് പുറകെ ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മിനു ഐ വോണ്ട് ടെൽ യു സംതിങ്, യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പല നേട്ടങ്ങളും മിനുണ്ടാവും. ഇത്രയും പറയാം. ജയസൂര്യൻ നേരത്തെ പരിചയമുണ്ടോ? അപ്പോൾ ഈ സെറ്റിൽ വെച്ചിട്ടാണ് കെട്ടിപ്പിടിക്കുമ്പോൾ ആദ്യമായിട്ട് അടുത്തൊക്കെ കാണുന്നതന്നെ. ഈ ഫസ്റ്റ് ഡേയിലാണോ ഈ അനുഭവം ഉണ്ടാവുന്നത്? ഷൂട്ടിൻ്റെ ഫസ്റ്റ് ഡേയിലാണോ? അല്ല, മൂന്നാമത്തെ ദിവസം അങ്ങനെ ആയിരിക്കും. ഫസ്റ്റ് ഡേ പുള്ളിക്കാരനായിട്ടൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഇവർ ഈ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവർ പറയുന്നത് ഫസ്റ്റ് ഡേ ഇവർക്ക് ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെന്തായാലും അന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ 3-ാം ദിവസമാണ് ഇവർ ആദ്യമേ പറയുന്നു, ഞാൻ 3-ാം ദിവസമാണ് ഇയാളെ ആദ്യമേ കാണുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു ഫസ്റ്റ് ഡേ എനിക്കൊരു കോമ്പിനേഷൻ സീനും ഉണ്ടായിരുന്നെന്ന്. ഇതിനകത്ത് ഏത് നമ്മൾ വിശ്വസിക്കും? ഇതിലേതാ വിശ്വസിക്കേണ്ടത്? ഇവർ ഈ പറയുന്നതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ഉടായ്പ മണം ഫീൽ ചെയ്തുള്ള കാര്യം പറയാലോ. കാരണം ഇവർ പറയുന്നത് ഒരു കണക്ഷൻ ഇല്ലാതെ പറഞ്ഞു അവിടെ തുടക്കത്തിൽ തന്നെ. ആദ്യമേ പറയുന്നു 3-ാം ദിവസമാണ് കാണുന്നത്, അന്നാണ് ആദ്യമേ കാണുന്നത്, അന്ന് ഇയാൾ എന്നെ കയറി മറ്റേ ബാത്റൂമിന്റെ അവിടെ വെച്ച് കയറി പിടിച്ചു എന്നുള്ള രീതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ പറയുന്നത് ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ സീനും ഉണ്ടായിരുന്നു. അപ്പൊ 3-ാം ദിവസം അല്ല, അതിന് മുമ്പത്തെ ദിവസം ഉണ്ടായിരുന്നു എന്നുള്ള രീതി ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിലേതാ നമ്മൾ വിശ്വസിക്കണ്ടേ? ബാക്കി അന്നേരം ഒന്നും പരിചയപ്പെടാനൊന്നും സമയമൊന്നും കിട്ടിയില്ല. ഈ സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നത്. സെക്രട്ടേറിയറ്റ് എന്ന് പറയുമ്പോൾ അത്രയും പ്രധാനപ്പെട്ട സുരക്ഷിതമായ സ്ഥലത്താണ് നമ്മൾ ദുരനുഭവം ഉണ്ടായത്. അന്നത്തെ ആ സംഭവങ്ങൾ പിന്നീട് ആരെങ്കിലും അടുത്തും പറയുമോ? അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? പരാതിയായിട്ട് പറയാൻ പറ്റുന്ന സ്പേസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, സ്പേസ് എന്ന് വെച്ചാൽ ഒരു പേടിയാണോ നാണക്കേടാണോ, ഇനി എന്നെ വിടത്തില്ലയോ, എനിക്ക് മറ്റുള്ളവരോട് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ഒരു നമ്മൾ ആദ്യമായിട്ടാകുമ്പോൾ അങ്ങനെ വരുമല്ലോ. അങ്ങനെ ഒരു 13 വർഷം മുമ്പത്തെ കാര്യമല്ലേ, അപ്പോൾ പേടിയുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പല സിനിമകളിൽ അവസരത്തിനായി അല്ലെങ്കിൽ അത്തരത്തിന് സഹകരിക്കാത്ത ആളുകളുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഇതിൽ പിന്നീട് പറഞ്ഞിരിക്കുന്ന മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരാണ്. അപ്പോൾ സ്വാഭാവികമായും അമ്മയിലേക്ക് സംഘടനയിലേക്ക് ഒരു പ്രവേശനത്തിന് വേണ്ടി സിനിമയിലേക്ക് മാത്രമല്ല സംഘടനയിലേക്ക് വരെ അങ്ങനെ ഇവർക്ക് വഴങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥ. അതെ, ഞാൻ അമ്മയുടെ ഇത് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു, അങ്ങനെ ഞങ്ങളെ ഗൗനിക്കാതെ നീ അങ്ങനെ നുഴഞ്ഞു കയറാൻ നോക്കണ്ട. അത് നിനക്ക് ഈ അമ്മയിൽ മെമ്പർഷിപ്പ് വേണമെങ്കിൽ പലരും ഗൗനിക്കേണ്ടൊക്കെ വരും. ഞാൻ അറിയാതെ. ഏത് കാലത്തായിരുന്നു നമ്മൾ ഈ അംഗത്വത്തിനായി നമ്മൾ ശ്രമിച്ചത്? അത് 2013 ആ സമയത്തായിരുന്നു. ആദ്യം സമീപിക്കുന്നത് മുകേഷിനെയാണോ? ഇടവേള ബാബുവിനെയാണ്.
അന്നേരം പറഞ്ഞു ഫ്ലാറ്റ് കല്ലൂരിലെ ഫ്ലാറ്റിലോട്ട് പോവാം, നമുക്ക് ഫോം സിഗ്നേച്ചറൊക്കെ ചെയ്യണം, ഫോം ഫില്ല് ചെയ്തിട്ട് അങ്ങോട്ട്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടി ചെല്ലുകയും ചെയ്തു. ഞാൻ മേനകയല്ല താമസിച്ചുകൊണ്ടിരുന്നത്. ചെന്നു അവിടെ ചെന്ന് ഫോം ഫില്ല് ചെയ്തുകൊണ്ടപ്പോൾ പുള്ളിക്കാരനെ അവിടെ മിസ്ബിഹേവ് ചെയ്തു ഫിസിക്കലി. അപ്പോൾ അവിടെ നിന്ന് ആ സംഭവത്തിന് ശേഷമാണ് പിന്നീട് മുകേഷിനൊക്കെ കാണുന്നത്. അല്ല, പിന്നെ കലണ്ടർ എന്ന സിനിമയിൽ മുകേഷിനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോഴും പുള്ളിക്കാരൻ്റെ ഈ ഒരു ഇൻട്രസ്റ്റ് പുള്ളിക്കാരൻ വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം ഒന്നും പറയില്ല, ഒന്നും കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല, എനിക്കറിയില്ല എന്ന് ചിരിച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നാടകമേ ഉലകം എന്ന സിനിമയിൽ പുള്ളിക്കാരൻ വന്നു. അവിടെ ഇപ്പോൾ ഈ പുള്ളിയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ, നീ ആർക്കും കൊടുക്കത്തില്ലല്ലോ, കൊടുക്കണ്ട. പിന്നെ ചെന്നൈയിൽ വരുമ്പോൾ ഹോട്ടലിലൊക്കെ എന്നെ വിളിക്കാറുണ്ട്, മിനുവാജ സാഹബ് ഡിന്നർ എന്നൊക്കെ പറഞ്ഞ് പുള്ളി വിളിക്കുക. അപ്പോഴൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഓടി മാറി. അപ്പോൾ നാടകമേ ഉലകം എന്ന സിനിമയിൽ കണ്ടപ്പോൾ പുള്ളിക്കാരൻ്റെ ഫേസ് കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയെ തന്നെ ഇരിക്കുകയൊക്കെ ചെയ്തു. അന്നേരം പുള്ളി ചോദിച്ചു, എന്താ എൻ്റെ സ്വഭാവം, താനെന്താ എങ്ങനെ ഇടന്ന് ഓടുന്നേ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പുള്ളി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമായിരുന്നു, ഞാൻ സ്റ്റെപ്പ് കയറി വരുമായിരുന്നു. ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പണങ്ങി ഓടി വന്നു. അപ്പോൾ പുറകെ പുള്ളിയും വന്ന് ഡോറെ കൊട്ടി. ഡോറെ കൊട്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്താ ഇവിടെ സിനിമ ലോകം തന്നെ കുറച്ച് അറിയത്തില്ല, ഇതെന്താ ഇങ്ങനെയൊക്കെ കിടന്ന്, എങ്ങനെ ഈ പരുക്കും സ്വഭാവമൊക്കെ എന്താ അത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചു. തൊട്ട് പുറകെ കട്ടിലായപ്പോഴത്തേക്ക് ഞാൻ കട്ടിലോട്ടങ്ങിരുന്നു. നമ്മൾ പ്രതീക്ഷ അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ. അന്നേരം പുള്ളിക്കാരൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കൊഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നോലെ ഇങ്ങനെ കടത്തി തന്നെ ബെട്ടയിലോട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഉരുണ്ട് മാറി പെട്ടെന്ന് ഇറങ്ങി ഓടിപ്പോന്നു. ചേച്ചി പെട്ടെന്ന് ഇറങ്ങി ഓടിപ്പോന്നു, അതുകൊണ്ട് ചേച്ചി രക്ഷപ്പെട്ടു. ഓക്കെ. ഇതിനകത്ത് ചേച്ചി പറയുന്നത് ജയസൂര്യയുടെ പേര് പറയുന്നുണ്ട്. മണിയൻ പിള്ള രാജുവിന്റെ വന്നിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ജയസൂര്യ, നമ്മുടെ ഇടവേള ബാബു, അതുപോലെ തന്നെ മുകേഷ്, ഇവരുടെ 3 പേരുടെയും കാര്യമാണ് പറയുന്നത്. അതിനകത്ത് ഇടവേള ബാബുവിന്റെ കാര്യം, മുകേഷിന്റെ കാര്യം പോലീസുകാർ ഇവർ കേസായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പോലീസുകാർ അന്വേഷിക്കുക തന്നെ വേണം. ജയസൂര്യയുടെ കാര്യവും, കാരണം ജയസൂര്യയുടെ കേസിൽ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ, എനിക്ക് അവരാ പറഞ്ഞു തുടങ്ങിയതിനകത്ത് തന്നെ എന്തോ ഒരു നെഗറ്റീവ്, ഒരു പറഞ്ഞതിനകത്ത് ഒരു ജെന്യൂനിറ്റി ഇല്ലാതെ പോലെ എനിക്ക് തോന്നി. ഇന്നലെ ഒരു ചേച്ചി വന്നിട്ട് പറയുന്നത് നിങ്ങൾ കണ്ടു, അതിനകത്തും ചില എനിക്ക് എന്തോ അതിലൊക്കെ ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസുകാർ ഇടപെട്ട് ഇതിനൊരു തീർപ്പ് ഉണ്ടാക്കണം. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ആൾക്കാർ വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് ഇപ്പൊ ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തി, പുള്ളി ഇതിനകത്ത് നിരപരാധി ആണെങ്കിൽ എന്നേ ഞാൻ പറയുന്നുള്ളൂ, നിരപരാധി ആണ് എന്ന് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നില്ല. ആണെങ്കിൽ അയാൾക്കൊരു ആ വ്യക്തിക്ക് ഒരു മകളുണ്ട്, ഒരു മകനുണ്ട്, ഭാര്യയുണ്ട്, മനസ്സിലായില്ലേ? ഇവർ ഈ ഇങ്ങനെ ചുമ്മാ ഓരോരുത്തർ വന്ന് ഓരോ ഫേക്ക് അലിഗേഷൻസ് അടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിനെ അത് ബാധിക്കുകയാണ്. അതും വലിയൊരു തെറ്റ് തന്നെയാണ്. സോ അങ്ങനെയുള്ള ഫേക്ക് അലിഗേഷൻസ് ആണ് ഈ ചേച്ചിമാരെ ഇറക്കുന്നതെങ്കിൽ ഒന്ന് മുന്നോട്ട് കയറി വരാൻ വേണ്ടി ഞാൻ ഈ ചേച്ചി ഒന്നും കണ്ടിട്ടില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. ചിലപ്പോൾ ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കും, എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. ഞാൻ ഈ ചേച്ചിമാര് പറഞ്ഞ പടത്തിലൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും രീതിയിൽ കുറച്ച് ആളുകൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടാണോ ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങുന്നത് എന്ന് നമുക്ക് അറിയില്ല. അങ്ങനെയാണെന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അങ്ങനെയും ആളുകൾ ഉള്ള കാലഘട്ടമാണിത്. സോ ഇതൊക്കെ പ്രോപ്പറായിട്ട് ഇവിടുത്തെ പുതിയ 7 പോലീസുകാരെ നിയമിച്ചു, IPS ഓഫീസേഴ്സ്, 4 സ്ത്രീകളൊക്കെ ആയിട്ട് ഇപ്പൊ നിയമിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് അവർ എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഒത്തുതീർപ്പെന്നല്ല, ഇതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. കാരണം ഇവരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഈ ഫേക്ക് അലിഗേഷൻസ് ഉയർത്തുന്നവർക്കെതിരെ നല്ല രീതിയിലുള്ള കർശന നടപടികൾ എടുക്കണം. ആ ഒരു കാര്യത്തിൽ ഇവിടെ ആരും മടിക്കരുത്. കാരണം വലിയൊരു തെറ്റ് തന്നെ അത്. ഈ കുറെ ആളുകൾ അവരെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് പോലെയുള്ള തെറ്റ് തന്നെയാണ് ഇപ്പൊ വന്ന് കുറെ ആളുകൾക്കെതിരെ ഫേക്ക് അലിഗേഷൻസ് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ തെറ്റാ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫാമിലി ഉണ്ട്, പെൺകുട്ടിയൊക്കെ ഉള്ളതാണ്, അവരെ അത് ബാധിക്കും. അത് ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ചേച്ചിമാരൊക്കെ വന്ന് പറയുമ്പോഴത്തേക്ക് അത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒരു നിയമം പുറത്തേക്ക് കൊണ്ടുവരണം. വന്ന് പറയുന്നവർ ജെന്യൂൻ ആണെങ്കിൽ മാത്രമേ വന്ന് പറയാവുള്ളൂ. ചുമ്മാ വന്ന് ഓരോന്നൊക്കെ അങ്ങ് പറയാനിരിക്കരുത്. അത് അവർക്കത് പ്രശ്നമാകുമെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചുമ്മാ ആരെങ്കിലും ഒക്കെ വന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതെയാവും. കാരണം നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ. ഞാൻ ഇന്ന് രാവിലെ സത്യം പറഞ്ഞാൽ അതിശയിച്ചു. ഓരോ ദിവസവും ഓരോ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. എന്തുവാ ഇത്? മാധ്യമങ്ങൾ കുത്തിയെടുത്ത് ഓരോ ദിവസവും ഓരോ കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണൊക്കെ എനിക്ക് തോന്നുന്നത്. ഇനി മണിയൻപിള്ള രാജുവിനെതിരെ ഇവര് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവരെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ ഇവർ പറയുന്നുണ്ട്. ഉപദ്രവിച്ചു എന്നല്ല, ഇവരെ നിങ്ങളത് അത് ഇവരല്ല പറയുന്നത്. ഇവരെ മാനസികമായിട്ട് തളർത്തിപ്പോയ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അത് ഈ ചേച്ചി പറയുന്നത് ഞാനിവിടെ വെക്കുന്നില്ല. ഈ മിനു എന്ന് പറയുന്ന ചേച്ചി പറയുന്നത് ഞാൻ വെക്കുന്നില്ല. നേരെ മിനു എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ശരിയാണ് എന്ന് ഒരു ഗായത്രി എന്ന് പറയുന്ന ഒരു നടി പറയുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കേൾപ്പിച്ചു തരാം. ഇല്ല, ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുമില്ല. ഈ ഒരു ഇൻസിഡന്റ് എനിക്ക് അറിയുകയുമില്ല. എനിക്ക് അറിയുന്ന കാര്യം, ഞാനും മീനും കൂടെ വേറൊരു സിനിമ എറണാകുളം ലൊക്കേഷനായിട്ട് ഞാനും മീനും കൂടെ ഇടാ തടിയാന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചിരുന്നു.
ആ സിനിമ അഭിനയിക്കുന്ന സമയത്ത് മീനു മണിയമ്പിള്ള രാജചേട്ടൻ വളരെ ഇഷ്ടമാണെന്ന് പറയുന്നു, ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്നു, എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടൊക്കെ വന്ന് സംസാരിക്കൊക്കെ. അതാണ് എനിക്കറിയുന്നത്. വൺ വേ ടിക്കറ്റ്. അപ്പൊ ഗായത്രി എന്ന് പറയുന്ന ഒരു നടി, ആ നടിയാണ് ഇപ്പോൾ പറയുന്നത് മീനുവിനോട് മണിയമ്പിള്ള രാജു അണ്ണൻ മുള്ള എനിക്ക് നിന്നെ ഇഷ്ടമാടി എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചു എന്നാണ് ചേച്ചി പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ഒരു സാക്ഷി അല്ലെങ്കിൽ ഇത് മീനു നേരത്തെ ഈ ഒരു വ്യക്തിയോട് പറഞ്ഞത് ഏതാണ്ടൊക്കെ കൺഫേംഡ് ആണ്. സോ മണിയമ്പിള്ള രാജുവിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അത് ശരിയായിരിക്കാം, നമുക്കത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം മീനു മാത്രമല്ല പറയുന്നത്, മീനു അന്ന് ഈ ഒരു സിനിമ സെറ്റിൽ വെച്ച് തന്നെ ഈ ഒരു കാര്യം വേറൊരു വ്യക്തിയോട് പറയുന്നുണ്ട്, ആ വ്യക്തി വന്ന് പറയുന്നുണ്ട് ഇപ്പോൾ. സോ മണിയമ്പിള്ള രാജുവിന്റെ കാര്യത്തിൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരുടെയും കാര്യത്തിൽ നമുക്ക് ഇങ്ങ് തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇവർ പറയുന്ന എല്ലാവരുടെയും പേര് അത് ജെന്യുവിൻ ആണോ എന്നിവിടെ തെളിയണം. ഈ ഒരു കാര്യത്തിൽ ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം അവര് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, അവരത് ഷെയർ ചെയ്തിട്ടുണ്ട് ഒരാളോട്, ആ ആളെന്ന് പറയുന്നുണ്ട്. ജയസൂര്യയുടെ കാര്യത്തിൽ എനിക്ക് സംശയം വരാനുള്ള ഒരു കാര്യം ഇവരാ പറഞ്ഞതിനകത്ത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അവര് പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് പറയാം അവർ പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തെറ്റിപ്പോയതായിരിക്കാം, ചിലപ്പോൾ അങ്ങനെയും കാണാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തോ ഒരു ജെനുവിനിറ്റി അവർ പറഞ്ഞതിനകത്ത് നമുക്ക് അത്ര അങ്ങോട്ട് വിശ്വസനീയമല്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അതെങ്കിലും അവർ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഇവർ 4 പേര് കഴിഞ്ഞു, അടുത്ത ആളിലേക്ക് വീണ്ടും പോവാണ്. ഇന്ന് ചെസ് നമ്പർ വെച്ചാണ്, ചെസ് നമ്പർ 1, 2, 3, 4, 5 അങ്ങനെ ഇന്ന് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. നീണ്ട നിര തന്നെയുണ്ട് ഇന്നത്തെ ദിവസം. ഇന്ന് അടുത്തത് പൊക്കിയിരിക്കുന്നത് നമ്മുടെ ബാബുരാജണ്ണനെയാണ്. ബാബുരാജണ്ണനെ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ബാബുരാജണ്ണനെതിരെ വന്നിരിക്കുന്ന അലിഗേഷൻ ഒന്ന് കേൾക്കുക. നടൻ ബാബുരാജ്, അതായത് അമ്മയുടെ ഇപ്പോഴത്തെ താരസംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെതിരെ പീഡന പരാതിയുമായി ജൂനിയർ ആർട്ടിസ്റ്റ് ആലുവയിലെ വീട്ടിൽ വെച്ച് 2019 ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം. ബാബുരാജ് എന്ന് വെച്ചാൽ ആളുടെ ആലുവയിലെ വീട്ടിലാണ് വിളിച്ചത്, ഇതുപോലെ സിനിമയിലെ ചാൻസ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. ആളിനെ എനിക്ക് പരിചയമുണ്ട്, നല്ല വിശ്വസമായിരുന്നു ആളിനെ. അപ്പൊ അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായപ്പോ നമ്മള് പെട്ടെന്ന് ഫീലായി. ആളുടെ വീട്ടിൽ വെച്ചിട്ടാണ് സംഭവം ഉണ്ടായത്. പരാതി നമ്മൾ ഓൾറെഡി SP സാറിനോട് പറഞ്ഞിരുന്നു. നിലവിലുള്ള മലപ്പുറം SP സാർ അന്ന് എറണാകുളത്ത് DCP ആയിരുന്നു, കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ. ഇനി രഹസ്യമൊഴി കൊടുക്കാനും റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി വലിയ വിഷയങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് അതിൽ ഇറങ്ങാനും ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം എന്നെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് സെക്ഷലി. ഡയറക്ടർ ശ്രീകുമാർ ക്രൗൺ പ്ലാസ എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ചിട്ടും ഇതുപോലെ പരസ്യ കാര്യം പറഞ്ഞാണ് വിളിച്ചത്. അപ്പൊ ബാബുരാജിനെ മാത്രമല്ല, ശ്രീകുമാർ മേനോൻ ഡയറക്ടർ, അയാൾക്കെതിരെയും കൂടെയാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് വന്ന് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ചെറിയ കേസൊന്നും അല്ല മക്കളെ, എനിക്കറിയാൻ പാടില്ല. അപ്പൊ 3 ബാബുരാജ്, പിന്നെ നമ്മുടെ ജയസൂര്യണ്ണൻ, ഇടവേള ബാബുണ്ണൻ, മണിയമ്പിള്ള, മുകേഷ്, ബാബുരാജ്, പിന്നെ ശ്രീകുമാർ, 6 പേരാണ് ഇന്ന് പെട്ടിരിക്കുന്നത്. എനിക്കറിയാൻ പാടില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കും. ഓരോ ദിവസവും ഓരോ ആളുകൾ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഉറപ്പിച്ചു, നമ്മുടെ ടോപ്പ് ദ കിങ്സ് ഓഫ് മലയാളം ഇൻഡസ്ട്രി മമ്മൂക്ക ആൻഡ് ലാലേട്ടൻ, അവർക്കെതിരെ ഒരുത്തരെന്നും പറയാൻ പറ്റില്ല, ഒരുത്തിയും ഇവിടെ മിണ്ടും ശബ്ദിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കെതിരെ മാത്രം ഒരാളും വരത്തില്ല. പക്ഷെ ബാക്കി എല്ലാവർക്കെതിരെയും വരും. എല്ലാവരുടെയും പേര് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മെല്ലെ പൊങ്ങി വരും. ഇതിനകത്ത് ജെനുവിൻ കേസസ് അത് പ്രോപ്പറായിട്ട് തെളിയണമെന്നാണ്. കാരണം സ്ത്രീകൾക്കും അവർക്ക് നീതി കിട്ടണം. ഇതിനകത്ത് ഈ പറഞ്ഞു വരുന്നതിനകത്ത് കുറെ പേര് ബുദ്ധിമുട്ടുകൾ നേരിട്ടവർ കാണും. സോ അവർക്ക് നല്ല രീതിയിലുള്ള നീതി ഇവിടെ കിട്ടണം. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അത് കിട്ടുന്നത് കൂടി തന്നെ കുറെ ഒന്നും ചെയ്യാത്ത പാവങ്ങളായിട്ടുള്ള കുറെ നടന്മാര് കാണും. അവന്മാര് പെട്ടുപോകരുത്. ഇപ്പൊ കുറെ പേര് ഇന്നലെ തൊട്ട് ഞാൻ പറയുന്നത് കേട്ടു, കമന്റ് ബോക്സുകൾ കാണുന്നു, ജയസൂര്യ നമുക്ക് അങ്ങനെ വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം. നമുക്കതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അദ്ദേഹവും ഇതിനകത്ത് കാണും, ഇല്ലാഴികയൊന്നും കാണില്ല, ചിലപ്പോൾ കാണും, ഇല്ലാന്നൊന്നും നമുക്ക് മൊത്തത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അത് വന്നൊരാൾ പറയുമ്പോൾ അതിനകത്തൊരു ജെനുവിനിറ്റി ഉണ്ടാവണം. നമ്മൾ കാണുന്നവർക്ക് മനസ്സിലാവണം, ഓക്കെ അവർ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. ഇത് പക്ഷെ ചില ആളുകളുടെ ഒന്നും പറച്ചിൽ നമുക്ക് അങ്ങോട്ട്, ഇന്നലെ ഒരു ചേച്ചി വന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, ആ ചേച്ചി എന്തൊക്കെയാ ഇന്നലെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനത് എനിക്ക് ചെയ്യാൻ തോന്നിയില്ല. കാരണം അവരുടെ സംസാരത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് ജയസൂര്യ നമുക്ക് കുറ്റക്കാരൻ എന്ന് പറയാൻ പറ്റില്ല. എനിക്കങ്ങനെയാണ് തോന്നിയത്. അവർ പേര് പറയുന്നില്ല, പിന്നെ അവർ പേര് പറയുന്നു, പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കൾ, അവർ മോശമായിട്ട് എന്നോട് ബിഹേവ് ചെയ്ത ഒരാൾ പിന്നെ മാപ്പ് പറഞ്ഞു, പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായെന്ന് പറയുന്നു. ഇവർ എന്തോ അവരുടെ അതിനകത്തുനിന്ന് എനിക്ക് പ്രോപ്പറായിട്ട് എനിക്കിത് വീഡിയോ പോലും ചെയ്യാൻ തോന്നിയില്ല.
അതിനകത്തൊന്നും എനിക്ക് ഒരു രീതിയിലും ജയസൂര്യ കുറ്റക്കാരനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഇവർ ഇത്രയും വന്ന് പറഞ്ഞപ്പോൾ ഞാനിത് ചെയ്യാനുള്ള ഒരു കാരണം, ഇവര് നമ്മുടെ മണിയൻ പിള്ള രാജുവിന്റെ കേസൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തൊരു ജെനുവിനിറ്റി ഉള്ളത് എനിക്ക് ഫീൽ ചെയ്തു. കാരണം വേറൊരാളും കൂടെ വന്ന് അതിന് സാക്ഷി പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവരുടെ ഈ ഒരു വീഡിയോ എടുത്തത്. അതിനകത്ത് ജയസൂര്യയുടെ കാര്യവും പറയുന്നുണ്ട്. അവിടെ എനിക്ക് വീണ്ടും സംശയം തോന്നി, അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് എന്ന് തീരുമെന്നാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഓരോ ദിവസവും ഓരോ, എന്നാൽ ഇതിനെന്തെങ്കിലും പ്രോപ്പറായിട്ട് ഒരു നിയമ നടപടി ഉണ്ടാവണം, അത്രേ എൻ്റെ ആഗ്രഹമുള്ളൂ. അല്ലാതെ ഇത് മറ്റേ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനാണ് ഇപ്പൊ ഈ ഒരു സാധനം കൊണ്ട് പുറത്ത് വിട്ടേക്കുന്നതെന്ന്, കുറെ പേരുടെ കണ്ണിൽ പൊടിയിടാൻ. അങ്ങനെ ഇത് കുറച്ചു കാലം കൂടെ ഇതിങ്ങനെ ഓടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതും മാറി അടുത്ത ന്യൂസിന്റെ പുറകെ എല്ലാവരും പോകരുത്. എനിക്ക് അത്രേ എൻ്റെ മനസ്സുകൊണ്ടുള്ള എനിക്കൊരു ആഗ്രഹം. അത് ഇത്രയും നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു എന്താ നീതി ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് കിട്ടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇനിയിപ്പോ ബാബുരാജ്, ഇപ്പൊ ഈ ചേച്ചി വന്നിട്ട് ബാബുരാജിനെതിരെ സംസാരിച്ചു. ബാബുരാജിന്റെ ഒരു മറുപടി ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് കേട്ടുനോക്കാം, അത് കേൾക്കണം. ഞാൻ 15 മുതൽ 20 വരെ ഞാൻ മൂന്നാറാണ് താമസിച്ചിരുന്നത്. അമ്മയുടെ അഡ്രസ്സും ലെറ്റർ കഴിയുന്ന അഡ്രസ്സും ഒക്കെ അവിടെ തന്നെയാണ്. 2020 ഞാൻ ആലുവയിലേക്ക് വരുന്നത്. എൻ്റെ വീട് ഒരു 6 വർഷമായിട്ട് അതൊരു ഉപയോഗശൂന്യമായിട്ട് കിടക്കായിരുന്നു. അപ്പൊ ഇതെല്ലാം എന്താ പറയാ, ഇതൊക്കെ ഭയങ്കരമായി ടാർഗറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എന്തും പറയാം, എല്ലാവരെ കുറിച്ച് എന്തും പറയാമെന്നുള്ളത് ശരിയല്ലല്ലോ. അതിനുള്ള ശക്തമായ നടപടിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. ഇപ്പൊ അവരിങ്ങനെ മാറി പോണം. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ബാബുരാജേട്ടന് ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞ കണക്ക് വരികയും പോവുകയും ചെയ്യുന്ന എല്ലാവരുടെയും നെഞ്ചത്തോട്ട് ചുമ്മാ അങ്ങ് ചെല്ലാന്നുള്ള ഒരു മൂഡ് ഇവിടെ പല ആളുകൾക്കും കാണുമായിരിക്കും. അതങ്ങ് ഇല്ലാതാവണം. അതിന് നിങ്ങളെപ്പോലുള്ള ആളുകൾ മുന്നോട്ട് വരണം, നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങളുടെ ഭാഗത്ത് ശരി ഉണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ചുമ്മാ കയറി മറ്റേ ഷോ കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചിട്ട് ലാസ്റ്റ് കുടുങ്ങരുത്. അതും കൂടെ എനിക്ക് പറയാനുണ്ട് ഇവിടെ. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇനിയും പൊങ്ങും, ഇനിയും പുതിയ ആളുകളുടെ പേര് വന്നുകൊണ്ടിരിക്കും. ഞാനിപ്പോ ആലോചിക്കുന്നത്, ജയസൂര്യയുടെ പേര് വന്നു, നമ്മുടെ കുഞ്ചാക്കോ ബോബന്റെയോ നമ്മുടെ പൃഥ്വിരാജിന്റെ ഒക്കെ പേര് വരുവോടെ, എനിക്ക് അറിയാൻ പാടില്ല. ഇങ്ങനെയാണെങ്കിൽ അതുമൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്, ഇല്ലാഴകൊന്നും ഇല്ല. ഓരോരുത്തരുടെ ഇങ്ങനെ പൊങ്ങി വന്നോണ്ടിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ലാലേട്ടൻ ആൻഡ് മമ്മൂക്ക രണ്ടുപേരുടെയും പേര് ഇതിന്റെ ഒന്നും 7 അയലത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും തൊടാൻ പേടിയായിരിക്കും, നടക്കുകയല്ല, മനസ്സിലായില്ലേ? പക്ഷെ മുകേഷ് അണ്ണൻ വലിയ ഡയലോഗ്, മുകേഷ് അണ്ണന്റെ ഈ ഒരു ദാർഷ്ട്യ ഒരു സ്വഭാവം ഉണ്ട് പുള്ളിയുടെ ആ ഒരു വർത്താനം തന്നെയാണ് പുള്ളി എന്തൊരു അലിഗേഷൻ ഉണ്ടായാലും പുള്ളിയെ കാണിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു മാധ്യമങ്ങളോടും ഒക്കെ പുള്ളി കാണിക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട്. അതിനകത്തൊന്നും ഇയാളൊരു ഇച്ചിരി പന്നനാണെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഉള്ള കാര്യം പറയാലോ. അല്ലാതെ അത്ര വലിയ സുന്ദരനാണെന്നൊന്നും ഇയാളുടെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇയാളുടെ പല രീതിയിലുള്ള ബിഹേവിയർ ആൾക്കാരോട് കാണുമ്പോഴത്തേക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടുത്തെ രാജാവൊന്നും അല്ല മുകേഷ് അണ്ണ, നിങ്ങള് നമ്മളെ പോലുള്ളൊക്കെ ഒരാളാ. പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ഒരു MLA ആണ്, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് മറ്റേ വലിയ സെറ്റപ്പ് ഒന്നും കാണിക്കാൻ ഇറങ്ങണ്ട ഇവിടെ. താങ്കളുടെ പല അലിഗേഷൻസ് ഇതിന് മുമ്പ് ഇയാൾക്കെതിരെ വന്നിട്ടുണ്ട്. എന്നിട്ടും ഇയാൾ ഇത്രയും മാന്യനായിട്ട് നടക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇയാളുടെയൊക്കെ പുറകെ വൻ കളികളില്ലേ. എന്താണെങ്കിലും കൊള്ളാം, ഇങ്ങനെയുള്ള ഓരോന്നുകളൊക്കെ പൊങ്ങി വരുന്നുണ്ട്. ജെനുവിൻ ആയിട്ടുള്ള ആളുകൾക്ക് നീതി കിട്ടണം, അത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അല്ലാതെ ചുമ്മാ വന്ന് എല്ലാവർക്കും ഒന്നും കള്ളത്തരം പറയുന്നവർക്കൊന്നും ഇവിടെ നീതി കിട്ടാതിരിക്കട്ടെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, ഒന്ന് മാക്സിമം വീഡിയോ ഷെയർ ഒക്കെ ചെയ്ത് തരിക. ഓക്കെ.